കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബൊഗെയിൻവില്ല പാടം എന്ന് പറയാം. അതിനു മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അറിയാം, തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂര്യകാന്തി പാടം, ചെണ്ടുമല്ലി പാടം ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിങ്ങനെ വളരെ കൗതുകത്തോടു കൂടെ നോക്കാറുണ്ടായിരിക്കില്ല. അതുപോലെ എല്ലാവരും കൗതുകത്തോടു കൂടെ ഒരുപാട് സന്തോഷത്തോടു കൂടെ നോക്കുന്ന ഒരു സ്ഥലമാണത്. നിറയെ ബൊഗെയിൻവില്ലയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. നമ്മുടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റോട്ടിൽ കൂടെ പോകുന്ന എല്ലാവരും ഇവിടെ ഈ വഴിക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് നോക്കി ഇതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാതെ പോയിട്ടുണ്ടാവില്ല. നമ്മുടെ തൃശ്ശൂർ നാഷണൽ ഹൈവേ കേച്ചേരി കഴിഞ്ഞിട്ട് ചൂണ്ടിലെത്തുന്നതിന് മുൻപായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഒരു കടലാസ് പൂ എന്ന പേരിലുള്ള ഈ ഒരു കടലാസ് പൂവിൻ്റെ ഒരു പാടം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കടലാസ് പൂവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പല നിറത്തിൽ, പല വലിപ്പത്തിൽ, നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് ഇവർ അതിനെ റെഡിയാക്കി തരുന്നുണ്ട്. കടലാസ് പൂവുണ്ട്, നമുക്കറിയാം അതിൻ്റെ ഒരു ഭംഗി, അതൊരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഈ കടലാസ് പൂ എന്ന് പറയുന്ന ഈ ഒരു ബൊഗെയിൻവില്ല പാടത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ് അല്ലേ. പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ വീടിൻ്റെ പറമ്പിലും ഒക്കെ നമ്മൾ കാണുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു ഭംഗി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെയധികം അതിനൊരു കെയർ ഒന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടി കൂടിയാണല്ലേ. അപ്പോൾ ഈ ഒരു ബൊഗെയിൻവില്ലേനെ തനി മലയാളത്തിൽ പറയുന്ന ഒരു പേരെന്താ? കടലാസ് പൂ. കടലാസ് പൂ എന്നുള്ള ആ ഒരു പേര് തന്നെയാണ് ഈ നഴ്സറിക്കായിട്ട് അവർ എടുത്തിട്ടുള്ളത്. ആ ഒരു കടലാസ് പൂ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും പല നിറത്തിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന കടലാസ് പൂക്കൾ ഉണ്ടാവും അല്ലേ. അതിന് ഓർമ്മ വരും. അതിൻ്റെ ഒരു വലിയ ശേഖരം, ഒരു നിറത്തിലുള്ളതുണ്ടായിരിക്കും, വേറൊരു നിറത്തിലുണ്ടായിരിക്കും, ഇനി അതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിറത്തിലുള്ള കടലാസ് പൂക്കൾ ഇറക്കം ഇവിടെ ഉണ്ട്. ഇത് തന്നെ പല രൂപത്തിലാണ്. അതായത് കുറ്റിച്ചെടി വേണ്ടവർക്ക് അങ്ങനെ, അല്ല വലിയൊരു ചെടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ പല പല രൂപത്തിൽ നമുക്കിവിടെ കിട്ടും. സാധാരണ റോഡ് സൈഡിലൊക്കെ വരുന്ന ഷോപ്പുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇവിടെ പക്ഷേ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ കൊണ്ടുവരുന്ന വണ്ടി നമുക്ക് ഇതിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാം. അതിനനുസരിച്ച് കുറച്ച് ബാക്കിലായിട്ടാണ് ഇവരുടെ ഒരു നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇവിടെ മാത്രമല്ല, ഇതിനകത്ത് ചെന്നാലും ഒരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഇതൊരു വലിയൊരു ഏരിയ ആണ് ഈ ഒരു ചെടികളൊക്കെ ഇവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് കൂടെ പോയിട്ട് നമുക്ക് അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു 4:30-5 മണി ആ ഒരു സമയത്ത്, ഒരു ഈവനിങ് ടൈമിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഈ ഒരു പൂക്കൾ വാങ്ങാനും കാണാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം അകത്തെ കാഴ്ചകൾ. നമ്മളിതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നടക്കുന്ന വഴി മുഴുവൻ നോക്കും, എന്ത് ഭംഗിയാണല്ലേ. രണ്ട് സൈഡിലും നിറയെ ബൊഗെയിൻവില്ലകളാണ്. ഇതിനകത്തൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കളേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണാത്ത പല കളേഴ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ, ആ കോമ്പിനേഷനാണ് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. നമ്മളിങ്ങനെ പല കളറിൽ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അതിൻ്റെ കോമ്പിനേഷനൊക്കെ എന്ത് ഭംഗി അതൊക്കെ കാണാൻ. നമ്മളിങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു കളർ, അതായിരിക്കുമല്ലോ നമ്മൾ വീടുകളിലൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഉണ്ടായിരിക്കുക, അതിൻ്റെ ചെടിയായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് അങ്ങനെയല്ല, ഒരുപാട് കളേഴ്സാണ്, പല പല കളേഴ്സ്. പിന്നെ കോമ്പിനേഷനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഭംഗി വീണ്ടും കൂടുന്നുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് പലതരത്തിലുള്ള ബൊഗെയിൻവില്ലാസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ബൊഗെയിൻവില്ലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലാണ് ഇവിടെ ബൊഗെയിൻവില്ല നമുക്ക് കിട്ടുക കേട്ടോ. അതായത് ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, നല്ല ഹൈറ്റ് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും, ഹൈബ്രിഡ് ഇനങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ പല പല ബോൺസായി പോലെ അങ്ങനെ നിൽക്കുന്നതുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് വീണങ്ങനെ കിടക്കുന്ന രീതിയിൽ നമ്മുടെ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള ബൊഗെയിൻവില്ലകളാണുള്ളത്. ഇനി ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൊഗെയിൻവില്ലയുടെ പൂക്കൾ വളരെ ചെറുതും അത്ര എടുത്ത് പറയത്തക്ക ഭംഗിയുള്ളതല്ല. ആ വൈറ്റ് കളറിലുള്ളതാണ് അതിൻ്റെ പൂക്കൾ. പക്ഷേ നമ്മൾ ഈ പല കളറിൽ കാണുന്ന അതിന് ചുറ്റുമായിട്ട് വരുന്ന ആ ഒരു ഇല പോലുള്ളൊരു ഭാഗമാണ് ഈ പല കളറിൽ വരുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നാടൻ ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലാസ് പൂ എന്ന് പറയുമ്പോൾ അത് പണ്ടൊക്കെ ഒരു വർഷത്തിൽ ആകെ 3 മാസമൊക്കെ ആയിരിക്കും അത് പൂക്കുന്ന സമയം, അല്ലെങ്കിൽ ഇങ്ങനെ നിറഞ്ഞ് കളേഴ്സായിട്ട് നിൽക്കുന്ന സമയം ഏകദേശം ഒരു 3 മാസമൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ പല പല ഹൈബ്രിഡ് ഇനങ്ങൾ, പല പുറത്തുനിന്നുള്ള ഇനങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8-9 മാസങ്ങളോളം ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടോ, ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂവും ഒരു ചെടിയാണിത്. ബൊഗെയിൻവില്ലയുടെ തന്നെ വേറൊരു ഇനം. നമ്മൾ അങ്ങനെ പൊതുവിൽ കാണുന്ന ഒരു ഇനമല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇങ്ങനെ ബൊഗെയിൻവില്ല നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഒരു ഫോട്ടോ സെഷനായിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറിയിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. അതിനായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബൊഗെയിൻവില്ല അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക്
നമുക്ക് ബാക്കിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ബൊഗെയിൻ വില്ലയാണ്. പിന്നെ ദാ ഇവിടെ ഈ ഒരു സെറ്റ് ചെയ്ത ഏരിയയിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ടും വരും. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ. അത്രയും ഭംഗിയല്ലേ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ. മോളുടെ പേരെന്താ? ഹവ. മോളുടെ പേരെന്താ? പേര് പറയോ? ഹലീം. ഇവിടെ ഇഷ്ടായോ? കുറേ പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടായോ? ഫോട്ടോ എടുത്തോ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പാവയ്ക്ക് ഇഷ്ടായോ? സൂപ്പറാണോ? സൂപ്പർ പറയൂ. ഇങ്ങനെ സൂപ്പർ എന്ന് കാണിക്കാം. സൂപ്പർ ശലാണല്ലേ. അവയ്ക്ക് ഇഷ്ടായില്ലേ? ഇവിടെ ചെടി വാങ്ങാൻ വന്നതാ. ഈ പൂവിന്റെ പേരെന്താ? കടലാസ് പൂ കേട്ടോ. ഏത് കളറാ ഇഷ്ടായത്? കുറേ കളേഴ്സ് ഇല്ലേ, ഇതിൽ ഏത് കളറാ ഇഷ്ടായേ? റെഡ് ആണല്ലേ ഇഷ്ടായത്. മോൾക്ക് ഏത് കളറാ ഇഷ്ടായേ? റെഡാണോ ഇഷ്ടായത്? ആഹാ. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടാവും, വലിയവർക്കാണെങ്കിലും ഇഷ്ടാവും. കാരണം നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിലൊക്കെ വന്ന ഫീലാണ്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനായാലും ഫോട്ടോ എടുക്കാനായാലും ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കാമല്ലോ. ഇവിടെ വന്നിരിക്കുന്ന സമയത്തെ ഈ ഒരു കടലാസ് പൂവിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട്, അത് ഫുൾ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഒരു പാർക്കിലും ഒക്കെ വന്നിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും ഇവിടെ ഇരുന്നത് ഇങ്ങനെ കാണുന്ന സമയത്തെ എത്ര നിറത്തിലാണ്, എന്ത് ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ നനച്ചിട്ട് അതിൻ്റെ ആ ഒരു കുളിർമയുണ്ട്. ഇതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. വരുന്നവരെല്ലാവരും ഈ ഒരു സെൽഫി പോയിന്റിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോവുക. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഈ ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനാണെങ്കിലും നല്ല രസമാണല്ലേ. എന്ത് രസമായിട്ട് അതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ നമുക്കിങ്ങനെ നടക്കാം. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള കടലാസ് പൂക്കളൊക്കെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴാണ് ഓരോന്നും എങ്ങനെ വ്യത്യാസമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കടലാസ് പൂ എന്നുള്ള ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ള നമ്മുടെ ഡയസ് ചേട്ടനും പ്രിയ ചേച്ചിയുണ്ട്. പ്രിയ ചേച്ചി ഇപ്പം ഇല്ല അല്ലേ? ഇല്ല, പുള്ളിക്ക് പല്ലുവേദനയായിട്ട് അപ്പോൾ പല്ല് പറിക്കാൻ പോയിരിക്കുന്ന ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. ഓൺ ദ വേ ആണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റാഫ് കുറച്ച് ലീവ് ആയതുകൊണ്ടാണ് ഇന്ന് 4 മണിക്ക് എത്താമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് ലീവ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി നിന്നായിരുന്നത്. പല്ല് പറിച്ച് കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ലോ. പുള്ളിയാണ് ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ്റ്റിങ്, ഇതിൻ്റെ ചെടിയുടെ എല്ലാ വളർച്ചയുടെയും 100% പുള്ളിയാണ് ഇതിൻ്റെ ബ്രെയിൻ. ഞങ്ങളെല്ലാവരും അബ്രോഡായിരുന്നു. ഞങ്ങൾ പുള്ളിക്കാരത്തി ടീച്ചറായിരുന്നു ഇന്ത്യൻ സ്കൂൾ സൊഹാർ എന്ന് പറഞ്ഞ ഒമാനിൽ. ഞാൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി ഒരു 6 വർഷം മുമ്പ് തിരിച്ചു വന്നു. മക്കള് 3 സ്ഥലത്ത് സെറ്റിൽഡാണ് ഇപ്പോൾ. അപ്പോൾ അന്ന് വന്നപ്പോൾ തുടങ്ങിയതാണ് ഇതിൻ്റെ കളക്ഷൻസ്. നമ്മൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന മാതിരി നമ്മൾ വീട്ടിലെ പലയിടത്തുനിന്നും നമ്മൾ ഓരോ വെറൈറ്റികൾ നമ്മൾ കളക്ട് ചെയ്യുന്ന. എൻ്റെ വീട്ടിലൊരു 10-60 വെറൈറ്റി ഇപ്പോൾ ഉണ്ട്, പ്രസൻ്റ്ലി ഉണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ സാധ്യതകളും. പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. ഇതൊന്നല്ല, 1500 എപ്പോൾ വെറൈറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. നമ്മളും പഠിച്ചു വരുന്നവരായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്ന ആകെ 100 വെറൈറ്റി ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു അന്വേഷണമായിരുന്നു. ഞങ്ങൾ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ്, നേപ്പാൾ, ഭൂട്ടാനൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. ഇത് കടലാസ് പൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് പല വെറൈറ്റിയും ഞങ്ങൾക്ക് കിട്ടി. പലതും ഞങ്ങൾ പറ്റാവുന്നതെല്ലാം കാറിൽ കൊണ്ടുവന്നു, പറ്റാത്തത് ഞങ്ങൾ എയർ ലിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കൊറിയർ ചെയ്യേണ്ടത് കൊറിയർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അങ്ങനെ ഒരു വലിയൊരു കളക്ഷൻ എന്ന് പറയാം, വലിയൊരു കളക്ഷനിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ ഞങ്ങൾ ന്യൂ വെറൈറ്റീസ് എല്ലാം ഞങ്ങൾ തായ്ലൻഡ്, ഫിലിപ്പീൻസ് എന്നൊക്കെ ഞങ്ങൾ ഓരോ മദർ പ്ലാന്റ് ഇത്ര പോകുന്ന ചെറുത്, വളരെ ചെറുത് ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയും ഞങ്ങൾ കളക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ഇനങ്ങൾ ഉണ്ടായിരിക്കും? ഇവിടെ 350+ വെറൈറ്റീസ് ഉണ്ട്. ഈ 350+ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ കളറാണ് വിചാരിക്കുക. കളറല്ല, ചിലപ്പോൾ റെഡ് തന്നെ ആയിരിക്കാം. പക്ഷെ റെഡിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതായത് റെഡ് പൂവായിരിക്കാം, പക്ഷെ റെഡ് പൂവിൻ്റെ തലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുള്ളത് ബട്ടർഫ്ലൈയുടെ ചിറക് മാതിരി. അതുപോലെ തന്നെ ഇലയിലുള്ള വ്യത്യാസം, ചിലപ്പോൾ അതിനുള്ള കതിരുള്ള വ്യത്യാസം. അങ്ങനെ പല വ്യത്യാസങ്ങളും കൂടിയിട്ടാണ് ഈ കടലാസ് പൂവിൻ്റെ വെറൈറ്റീസ് എത്തിയിരിക്കുന്നത്. അല്ലാതെ കളറല്ല. കളർ എന്ന് പറഞ്ഞാൽ ആകെ സപ്തവർണ്ണങ്ങളിൽ വല്ല വരുന്നുള്ളൂ. അതിൽ ബ്ലാക്കും വൈറ്റും ഒക്കെയാണ് ഇത് വേറെ കളർ വരുന്നത്. ഇത്രയും വെറൈറ്റി എന്ന് പറയുന്നത് ചെടിയുടെ കളറല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.
ഈ ബോഗൺവില്ലയെ പറ്റി അറിയുന്നവർക്ക് അത് അറിയാം, മനസ്സിലാവും. സാധാരണ രീതിയിൽ ആൾക്കാർ വിചാരം ചില ഈ കളറ് ഇത്രമാത്രം കളറുണ്ടോ ബോഗൺവില്ലയില്, അത് ഇത് ഈ തണ്ട് മുറിച്ചിട്ട് നടന്നതല്ലേ, ഇതൊക്കെയാണ് ആൾക്കാർ ചിന്ത. പക്ഷെ ഇതിൽ വെറൈറ്റീസ് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യണമെന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ബോഗൺവില്ല എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് 350 വെറൈറ്റീസും ഞങ്ങളുള്ള അത്രയും വെറൈറ്റീസ് നിരത്തിക്കൊണ്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഇത്രയും വെറൈറ്റീസാണ്, ഇതൊക്കെയാണ് ചേഞ്ചസ്, ഇതൊക്കെയാണ് വ്യത്യാസങ്ങളുള്ള ബോഗൺവില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയും ബ്രെയിൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്, പ്രിയ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ വിട്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഇത് വളർത്താൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്, ഈ ഒരു സെൽഫി പോയിന്റ്. ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ടും ആളുകൾ ഇവിടെ വരുന്നുണ്ടാവും അല്ലേ? ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ വാം വെൽക്കം ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിതൊരു ബിസിനസ് പർപ്പസിൽ തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമല്ല. ഇത് ആൾക്കാർക്ക് വന്ന് നമ്മൾ എത്രയോ ആൾക്കാർ ആഗ്രഹിച്ച് ഇതിലൂടെ പോകുന്ന ഒത്തിരി ആൾക്കാർ പൂ കണ്ട് കയറി ഒരു റീൽസ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുക്കാൻ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ അവരെന്നെ ഡിനേ ചെയ്യാറില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവർ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി നടന്നും ഇതൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് കമ്പ് പൊട്ടുക അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ അത് നമുക്ക് അത് നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ അവരെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മൾ നോ ചെയ്യുന്നത് ശരിയല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു പൊസിഷൻ ചെയ്യാം, നമ്മളൊരു സെൽഫി പോയിന്റ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ഇതിനു വേണ്ടി കൺവേർട്ട് ചെയ്തെടുത്തത്. ഇവിടെ വന്ന് അവർക്ക് വന്ന് കുറച്ച് നേരം ഇരുന്ന് ഒരു ഇത് ചെടികളൊക്കെ വെച്ചിട്ടുള്ളൂ. ചെടികൾ ആയി വന്നത് ബുഷായി കഴിഞ്ഞാൽ ഇവിടുന്ന് ആരും പോവില്ല. അത്രയും വളരെ രസകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസകരമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുന്നിലൊരു ഏരിയ, ആ ഒരു ഏരിയ കൊണ്ട് ഞങ്ങൾ എടുത്ത് അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഗാർഡൻ ബെഞ്ച്, ഗാർഡൻ ഇത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈവനിങ് ടൈമിലൊക്കെ ആളുകൾക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്ത് പോകണം. അങ്ങനെയുള്ള ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ വരുന്നവർക്ക് മാത്രമല്ല, ഇത് ആസ്വദിക്കാനായിട്ട് വരുന്നവർക്കും സ്വാഗതം എന്നുള്ള ഒരു ഐഡിയ ആണ്. ഇപ്പോൾ ബാക്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇരിക്കാനായിട്ട്. നമുക്ക് ഒരു പാർക്ക് പോലെ വന്നിരിക്കാവുന്നത്. നമ്മുടെ ചില ദുബായിൽ മിറാക്കിൾ ഗാർഡനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ എന്നതുപോലെ അത്രയ്ക്കൊന്നും പറ്റില്ലെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന ചെറിയ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇൻസ്പിറേഷൻ അതെ അല്ല, ഇൻസ്പിറേഷൻ ശരിക്കും ഫിലിപ്പീൻസിൽ മെറാക്കി ഗാർഡൻ അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. കാരണം ഞാനത് വീഡിയോയിൽ അത് കണ്ടിട്ട് ഞാൻ അവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഫിലിപ്പീൻസിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശം നിൽക്കുകയാണ് അടുത്ത വെക്കേഷനിൽ. അപ്പോൾ അവർ നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരാറുണ്ട് വരാനായിട്ട്. അപ്പോൾ ആ മെറാക്കി ഗാർഡൻ MERAKI മെറാക്കി ഗാർഡൻ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അവർ ഞങ്ങൾക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നു. എൻ്റെ എയിം അതാണ്. അതിലേക്ക് എത്തുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഇരുന്ന് കുറച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് സമയം കളയാനായിട്ടുള്ള ചെറിയ പാർക്കും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം. നമ്മൾ ഈ അതായത് നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ കടത്തിക്കൊണ്ട് ആൾക്കാർക്ക് സമയം കളയാൻ ബ്യൂട്ടി കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ എനിക്കവിടെ 4 ഏക്കർ വയലുണ്ട് ബാക്കിൽ. അതിലിപ്പോൾ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. മഴ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റേ നെൽകൃഷി തുടങ്ങും. അത് വിത്ത് വിതയ്ക്കുന്നു, വിത്ത് പറിക്കുന്നു, ഞാറ് നടുന്നു, പിന്നെ അതിനുശേഷം പുല്ല് പറിക്കുന്നു, കൊയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ചെറുപ്പം ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ ഒന്നും കണ്ടിട്ടില്ല ഇതൊന്നും. അപ്പോൾ അവർക്ക് വന്നിരുന്ന് ആസ്വദിക്കാനായിട്ടുള്ളൊരു സംവിധാനം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്ലാറ്റ്ഫോം പണിതിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു ഓല കുടില് അവിടെ 4 സൈഡ് ഓപ്പൺ ചെയ്ത് മേൽവശം മാത്രം മറിച്ച് അവിടെ അതിൻ്റെ ഉള്ളിൽ സോഫയിട്ട് ഇരുന്ന് ആസ്വദിച്ച് ഇതൊക്കെ ആസ്വദിക്കാനായിട്ടുള്ളൊരു സംവിധാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വർക്ക് തുടങ്ങും. അപ്പോൾ ഈ സീസണിലാണ് തീർക്കണമെന്നുള്ള ഉദ്ദേശമാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ബാക്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ സൂര്യകാന്തിയുടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നു 2-3 ദിവസത്തിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ പ്രവേശിക്കണം. ആൾക്കാർ വന്ന് എൻജോയ് ചെയ്ത് അവർ പോട്ടെന്ന് സന്തോഷിക്കുക എല്ലാവരും. അത് നമുക്കിപ്പോൾ ഈ ചെറുപ്പകാലത്ത് ഈ പ്രായമുള്ള സമയത്ത്
എല്ലാവർക്കും പ്രായമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഞാൻ 56 വയസ്സായി, എൻ്റെ മക്കൾക്ക് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും സെറ്റിൽഡാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം ഇരിക്കാൻ പറ്റും? നമുക്ക് തന്നെ മെൻ്റലി സ്ട്രെസ് വരും, മെൻ്റലി സ്ട്രെസ് വരും. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം ഈ പൂവിൻ്റെ ഇടയിൽ കൂടി ഈ പൂവ് കണ്ട് ആസ്വദിച്ച് ഇരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സുഖം വേറെ എന്താണുള്ളത്? തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ എയിം എന്ന് പറയുന്നത് മെറാക്കി ഗാർഡൻ ഫിലിപ്പൈൻസിൽ. അത് എത്രത്തോളം ആകും എന്നൊന്നും നമുക്കറിയില്ല, ശ്രമിച്ചു നോക്കുക. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമ്മളെ അന്തം വിട്ടു പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പതിവായിട്ട് കാണുന്നൊരു ചെടിയാണ് കടലാസ് പൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല തരത്തിലാണ്. ഇപ്പോൾ ഇത് ബോൺസായി രൂപത്തിലാണെങ്കിൽ, അങ്ങനെ കുറ്റിച്ചെടിയാണെങ്കിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വീണ് കിടക്കുന്ന അങ്ങനെ പല പല രീതിയിൽ പല രൂപത്തിലൊക്കെ ഉള്ള ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറഞ്ഞത്? ഇത് സംഭവം എന്താ വെച്ചാൽ, ഇത് നമുക്ക് എനിക്ക് മുതലമടയിൽ ഒരു പ്ലാന്റ് ഉണ്ട്. അതെ, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫാം ഉണ്ട്. അത് മാംഗോ ഫാമാണ്. അപ്പോൾ അതിൻ്റെ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നാടൻ വെറൈറ്റികളെ കൊണ്ടാണ്. അതായത് അവിടെ ഈ ആനയും മാനും പന്നിയും കാട്ടുപന്നിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഈ മുള്ളുള്ളത് കൊണ്ട് ഈ മുള്ളുമ്മ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അത് എളുപ്പമാണല്ലോ നമുക്ക്, കാരണം ഫെൻസിങ് ഇടണമെങ്കിൽ എക്സ്പെൻസീവ് ആണ്. അതങ്ങനെ ഒരു തനതായ രീതിയാണോ? ആനകളൊക്കെ ആന അവിടെ വരുന്ന സ്ഥലം, ആന വരുന്ന അല്ലല്ല. ഫെൻസിങ് ഇടാന്ന് പറഞ്ഞാൽ 10-20 ഏക്കറൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇതൊരു കമ്പ് കുത്തിങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് പോയി മാത്രമേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെൻസിങ് ഇട്ടു ലാസ്റ്റ്. അപ്പോൾ ഇത്രയും അത് ഒരുപാട് പ്രായമായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ നല്ല കനമുള്ള കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആദ്യം അത് കിളിപ്പിച്ച് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇതെല്ലാം നമ്മുടെ തന്നെ ഒരു പ്ലാന്റും നമ്മുടെ തന്നെ ഐഡിയ ആണിത്. ഇത് വൈഫല്ല ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടി, വൈഫിനാണെങ്കിൽ ഇത് പഠിക്കാനും പറ്റി. ഇപ്പോൾ വൈഫ് 100% അത് പഠിച്ചു. അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഒറ്റ ചെടി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ 3-4 കളേഴ്സാണ് ഒരെണ്ണത്തിൽ വരുന്നത് അല്ലേ? ഇതൊക്കെ നിങ്ങൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ചെയ്യുന്നതാണോ? ഇത് ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതല്ല, നമ്മൾ ആളെ വിളിച്ച് ഗ്രാഫ്റ്റ് ചെയ്തത്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തത് വേറെ ആളെ വെച്ച് ചെയ്തത്. നമുക്ക് പഠിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇതിൽ ചില്ലി വെറൈറ്റീസാണ് ഇതിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. തായ്ലൻഡ് വെറൈറ്റീസ്. ഇത് ചില്ലി റെഡാണ്, ചില്ലി യെല്ലോ, ഇത് ചില്ലി പിങ്ക്, ചില്ലി ഐസ്ക്രീം, ചില്ലി ഓറഞ്ച്, അങ്ങനെയുള്ള കളേഴ്സാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ട് നമ്മുടെ തനി നാടൻ തണ്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്നാലും അതിൻ്റെ വേരിന് ചീച്ചിൽ വരില്ല. പക്ഷെ ഇത് ഒറ്റയ്ക്കൊരു ചെടി വെക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഇതിൻ്റെ വേരിന് ചീച്ചിൽ വരും, ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം തണ്ടുകളുടെ മുകളിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ സാധനം പുറത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല, ചെടി നന്നായി നിൽക്കും. നമ്മൾ സാധാരണ മഴ കൊള്ളുമ്പോൾ ഇതാണല്ലോ കൊള്ളുന്നത്, ഇത് കൊള്ളുന്നുള്ളൂ. ഇത് കടക്കിൽ നിൽക്കുന്നത് വെള്ളം ഇതാണ്. ഈ തണ്ടുന്നാണ് ഇതിലേക്ക് വെള്ളം കൊടുക്കുന്നത്, ഇതിന് ആഹാരം ഇതൊക്കെ കൊടുക്കുന്നത്, വളം ഇതൊക്കെ കൊടുക്കുന്നത് ഈ തണ്ടുന്നാണ്. അപ്പോൾ ആ തണ്ട്, അതുകൊണ്ടാണ് അത്തരം തണ്ടുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഹാങ്ങിങ് പോട്ടുകളാണ്. ഇതിപ്പോൾ ഇക്കൊല്ലം നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ്. ഹാങ്ങിങ് പോട്ട്. ഇതിലും ചില്ലി വെറൈറ്റീസ് ആണ് ചെയ്യുന്നത്. ചില്ലി വെറൈറ്റീസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ തണ്ടിന് കനം കുറവാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് വളർന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ ഒടിഞ്ഞു കൊടുക്കും. അതായത് മണി പ്ലാന്റ് വീണ് മാതിരി ഇങ്ങനെ വീണ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധനം വെക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ, അത് വൃത്തിയിൽ കാണാൻ ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വെറൈറ്റി ചെയ്തിരിക്കുന്നത് മാത്രം. അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കടലാസ് പൂ എത്ര വെറൈറ്റി ഉണ്ട്? ഇപ്പോൾ 350 പരം വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മറുനാടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ള ആലോചന വന്ന സമയത്ത് ഈ കടലാസ് പൂവിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളത് ആ ഒരു ഐഡിയ എങ്ങനെയാ വന്നതാ? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഏതൊരു പ്രവാസിയെ പോലെ ഏത് പ്രവാസിൻ്റെ എടുത്താലും അവർക്ക് അതിനോട് താല്പര്യമുള്ളത് പറയുക കൃഷി അല്ലെങ്കിൽ ഫാം. ഇത് രണ്ടുമാണ് ഏത് പ്രവാസിയോട് ചോദിച്ചാലും പറയുക. കാരണം മെൻ്റൽ സ്ട്രെസ്സിൽ നിന്ന് റിലാക്സേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ മൂല്യം അത് മാത്രമാണ്. അല്ലാതെ ഒരു ബിസിനസ്സിലേക്ക് ഓടി വന്നൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. എന്നതുപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടില്ല. ഇനിയുള്ള കാലം കുറച്ച് റെസ്റ്റ് എടുക്കണം, റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യണം, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ റിട്ടയർമെൻറ്റ് ലൈഫിലെ ഏറ്റവും ആഗ്രഹം നമുക്ക്
യാത്ര ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള രാജ്യങ്ങൾ കാണണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. 250-250 പരം വെറൈറ്റി ബോഗൺവില്ല മറ്റു ചെടികളുണ്ടായിരുന്നു. അത് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ആയിട്ട്. അത് നമ്മൾ യാത്ര ചെയ്ത് പോയി വരുമ്പോൾ അത് കേടായി പോയിണ്ടാവും. കാരണം നന കൂടിയിട്ടോ അല്ലെങ്കിൽ നനയ്ക്കാതെയോ മറ്റോ എന്തെങ്കിലും റീസണായിട്ട് അത് കേടായി പോയിണ്ടാവും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ 2-3 ബോഗൺവില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ബോഗൺവില്ല എത്ര ദിവസം കഴിഞ്ഞു വന്നാലും അത് ചിലപ്പോൾ വാടി നിൽക്കുന്നുണ്ടാവും, ഇനി ചിലപ്പോൾ ഇല കൊഴിഞ്ഞുണ്ടാവും. എന്നാലും അതിന് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം പുതിയ ബ്രാഞ്ചസ് വന്നു, പുതിയ ഇല വന്നു. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ബോഗൺവില്ലയാണ് നമുക്ക് പറ്റിയ ഒരു വെറൈറ്റി ചെടി എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ബോഗൺവില്ല. എന്നാൽ ശരി, എന്നാൽ ബോഗൺവില്ല മാത്രം നമുക്ക് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെല്ലാ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ബോഗൺവില്ല കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് 60-70 വെറൈറ്റി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു. ഇന്നും ആ പ്ലാന്റുകൾ വീട്ടിലുണ്ട്, അതുപോലെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ജൂണിൽ നോർത്ത് ഈസ്റ്റ് ഭൂട്ടാൻ നേപ്പാളൊക്കെ കറങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോഴും ആ പ്ലാന്റ് അവിടെ ഉണ്ട്. ഒരു കുഴപ്പവും ആ പ്ലാന്റിനില്ല. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് ബോഗൺവില്ല മാത്രം എക്സ്ക്ലൂസീവ് ഒരു ഷോറൂം എന്ന് തുടങ്ങാമെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഈ ഷോറൂം ഇത് തുടങ്ങാനുള്ള കാരണം. പിന്നെ വൈഫ് ഇതിൻ്റെ പിന്നടി മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്രെയിനും ഇതിൻ്റെ ബുദ്ധിയും എല്ലാം പുള്ളിക്കാരത്തിയാണ്. നമ്മളിതിനെ വേണ്ട സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ വേണോ അതെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളുടെ ജോലിക്കാർ വളരെ ആത്മാർത്ഥമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരോട് പറയേണ്ട ആവശ്യമില്ല. അവർ കൃത്യമായി അവർക്ക് അറിയാം ഇനി എന്താ ചെയ്യേണ്ടത്, അടുത്തെന്താ ചെയ്യേണ്ടത്, അവർ കൃത്യമായി അവർ ഞങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിലും അവർ ചെയ്യും. അതാണ് അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ വളർച്ച അവരുടെയും കൂടി കഠിന പ്രയത്നമാണ്. ഇപ്പൊ നമ്മള് 1 വർഷമായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ. 1 വർഷം കൊണ്ടാണ് ഈ ഒരു 350+ നമ്മളൊരു വെറൈറ്റിയിൽ എത്തി. ഞങ്ങളുടെ എയിം 1000 ആണ്. നെക്സ്റ്റ് ഇയർ 1000 വെറൈറ്റീസ് ആണ് ഞങ്ങളുടെ എയിം. അതിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇവിടെ വെള്ളപ്പൊക്കം വന്നതാണ്. കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ ഡാം തുറന്നപ്പോൾ വെള്ളം വന്ന് ഞങ്ങളുടെ ചെടികൾ കംപ്ലീറ്റ് പോയി. ഇവിടുന്ന് ഒരുപാട് ചെടികൾ നഷ്ടം വന്നു. ഇതിലൂടെയൊക്കെ വെള്ളം കുത്തിയൊലിച്ചു പോയിരുന്നു. അങ്ങനെ നമ്മൾ CCTVയിൽ ക്യാമറയിൽ ഇങ്ങനെ നിന്ന് കാണുകയാണ്, കരയാണ്. കാരണം വെച്ചാൽ ഈ ചെടികളൊക്കെ ഒലിച്ചു പോകുന്നത് നമ്മൾ കാണുക. അങ്ങനെ ഒരു നഷ്ടം, വലിയൊരു നഷ്ടം വന്നു ഞങ്ങൾക്ക്. അത് സഹിക്കാൻ പറ്റാത്തൊരു നഷ്ടമാണ്. അതിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഊർജം എടുത്ത് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇത് വിടില്ല എന്നുള്ള വാശിയിൽ ഞങ്ങൾ ഇതുവരെ ആയി. ഞങ്ങൾ റിനോവേറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ഞങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നു. നമ്മള് ചെറിയ പ്ലാന്റ് വാങ്ങുന്നവർക്ക് അങ്ങനെയാണെങ്കിലും വലിയ പ്ലാന്റുകാർക്ക് അങ്ങനെയുണ്ടല്ലേ. നമ്മൾ ഒരുപാട് ഹൈറ്റിലൊക്കെ വളർത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു 5 അടി 6 അടി ഹൈറ്റുള്ള ചെടികളുണ്ട്. ഇനി തീരെ ചെറിയ തൈക്കളുണ്ട്. പല വിധത്തിലുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 100 രൂപ തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ്. ചട്ടിയിലാണ് വരുന്നത്. പല വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു ഗാർഡൻ ഉണ്ട് നമുക്ക്. അതാണ് വലിയ ചെടികൾ വരുന്നത്. അങ്ങനെ ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലുള്ള ചെടികൾ കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അതുപോലെ കളേഴ്സാണ് വിവിധ തരം കളേഴ്സ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വെറൈറ്റികളാണ്. കളറുകൾ ഇഷ്ടംപോലെ എവിടെയും കാണാത്ത കളേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ എത്ര വെറൈറ്റി വേണം അത്രയും കടലാസ് പൂ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കഫ്റ്റേരിയ കൂടെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ടേബിളും ചെയറും ഇട്ടിട്ട് റൗണ്ട് ചെയറും ഇട്ടിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ വർക്ക് ഫ്രം ഹോം മാതിരി ഞങ്ങളുടെ ഒരു ആശയമാണ് കേട്ടോ. വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ആൾക്കാർ ജോലി മാതിരി വീട്ടിലിരുന്ന് മടുത്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കാറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് അവർക്ക് വേണമെങ്കിൽ അവരെ വർക്ക് ചെയ്യാൻ ഉള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ലൈബ്രറി സെറ്റ് ചെയ്യുന്നുണ്ട്. പുസ്തകം വായിക്കുന്നവർക്ക് പുസ്തകം വായിക്കാം. അതുപോലെ തന്നെ നമ്മൾ ടീ, ചായ, കാപ്പി അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ജ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ
അതായത് ഒരു അവർക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ളത് ദാഹിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു സെറ്റപ്പ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയൊരു സംരംഭമായിട്ടൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ചെറുതായിട്ട്. നല്ല നല്ല പ്ലാൻസ് ആണ് മനസ്സിലുള്ളത്, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ ആൾക്കാർക്ക് ഇരുന്ന് ഈ വയലൊക്കെ കാണാനായിട്ട് ഇത് കണ്ടോ, അവിടെ ചെടികൾ കണ്ടോ ഇരിക്കുന്നത്. അവിടെ നമ്മൾ പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 5 അടി ഹൈറ്റിലെ പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് വിഷം കിട്ടും, കറങ്ങി നടക്കാം, കറങ്ങി അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്റെ മുകളിൽ ഹട്ട് പണിയണം. അതിന് ജോലിക്കാരെ കിട്ടാനാണ് പാട്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അവർ വരാന്ന് പറയണു, വന്നിട്ടില്ല. അവരെ അറൈവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളും എങ്ങനെയാ വരുന്നത്? ഇവിടെ നമ്മുടെ സമയം കാലത്ത് 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. എങ്കിലും 6 മണിക്ക് കഴിച്ചടച്ചാലും ഇവിടെ തിരക്കുണ്ടാവാറുണ്ട്. ആരും നിരാശപ്പെടുത്തി വിടാറില്ല. ഇപ്പം അഥവാ നേരം വൈകി വന്നാലും അവരോട് ഇല്ല തുറക്കില്ല. കാരണം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ലോങ് നിന്ന് വരുന്ന കസ്റ്റമേഴ്സാണ്, ഇവിടെ അടുത്തൊന്നും വരുന്ന കസ്റ്റമേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും വേണ്ട രീതിയിൽ, ഇനിയിപ്പോൾ 8 മണി ആയാലും 8 മണിക്കൊന്നും വരല്ലേ, കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഒരു 6 മണി ഒരു 7 മണിയൊക്കെ വരെ നമ്മൾ സഹകരിക്കാറുണ്ട്. എന്നിരുന്നാലും ആരും നിരാശപ്പെടുത്തിയിട്ടില്ല. അവിടെ വരെ 7 മണിക്ക് ശേഷം വരുന്ന ആൾക്കാരും ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. 300-ലധികം വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഓരോ യാത്രകളും കഴിഞ്ഞ് വരുമ്പോൾ നശിച്ചു പോകും. കാരണം ഒന്നുകിൽ വെള്ളം കൂടിയിട്ടാവും, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടാവും. പിന്നെ ഞാൻ നാട്ടിൽ സെറ്റിലായതിന് ശേഷം ഞാൻ ഒരു കടലാസ് പൂവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ കുറച്ചായിട്ട് കളക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇവർ മാത്രം കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും വെള്ളമൊഴിച്ച് തിരിച്ചു വരും. മറ്റുള്ള ചെടികൾ തീരെ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ ഇതിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് സക്സസ് ആണെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഈ സ്ഥലം നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങളോട് ചേർന്ന് പോകുന്ന ഒരു പ്ലാന്റാണ്. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് അതിനെ നല്ല ചേർന്ന് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനെടുത്തു. പിന്നെ ഇതിനൊരു 3 months വെക്കേഷൻ ഉണ്ടാവും. ആ വെക്കേഷൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലും എക്സ്പ്ലോർ ചെയ്യാനും പുറത്ത് പോകാനൊക്കെ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടുള്ള വളങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. അതായത് കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, മുയൽക്കാഷ്ടം, അതിൻ്റെ കൂടെ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടി ചേർന്നിട്ടുള്ള മിക്സാണ് നമ്മൾ മന്ത്ലി ബേസിസിൽ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ എൻഹാൻസ്മെൻറ്റിനും ഒരു ഒരു ബൂസ്റ്റിനും വേണ്ടിയിട്ട് ഫാക്ടം പോസ്റ്റ് 2020 നമ്മൾ ചെറിയൊരളവ് ചേർക്കുന്നുണ്ട്. വളരെ ചെറിയൊരളവാണ് അത് ചേർക്കുന്നത്. കൂടിപ്പോയാൽ ചെടി നാശമായി പോകും. അതുകൊണ്ട് തന്നെ വേറെ വളങ്ങളൊന്നും കാര്യമായിട്ട് നമ്മൾ ചേർക്കാറില്ല. ഞാൻ എൻ്റെ ഗാർഡനിങ്ങിൽ ഫീൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ റിസർച്ച് പ്രകാരം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈവനിങ്സിലാണ് നനയ്ക്കാൻ നല്ലതെന്ന്. കാരണം ആ ഈവനിങ്ങിൽ നനയ്ക്കുമ്പോൾ അതിൽ വെള്ളം സസ്റ്റെയിൻ ചെയ്യും. ആ രാത്രിയിലെ തണുപ്പ് കൊണ്ട് അത് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യില്ല. മോർണിംഗിലാണ് നമ്മൾ നനയ്ക്കുന്നത് വെച്ചാൽ വെള്ളം പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ചെടിക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. പിന്നെ ആ ഒരു മോയ്സ്ചർ അവിടെ ഉണ്ടാവില്ല, മോയ്സ്ചർ കണ്ടൻറ്റ് കുറയും സോയിലിൽ. അപ്പം ഈവനിങ് ആണെങ്കിൽ ചെടിയിൽ ആ ഒരു നനവ് കിട്ടുന്നതുകൊണ്ട് പകലത്തെ ചൂടിനെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എളുപ്പമാണ്. സൺ ലവിങ് ആണ് ബോഗൻവില്ല. എപ്പോഴും ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ അല്ലെങ്കിൽ കാലാവസ്ഥയാണ് അതിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനെ ഏറ്റവും എൻഹാൻസ് ചെയ്യുന്നത് ആ ഒരു പീരിയഡാണ്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ നിറയെ ഹൈറ്റ് കൂടിയിട്ടുള്ള ബൊഗെയിൻവില്ല വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. നിറയെ ഈ പറഞ്ഞതുപോലെ നല്ല കളേഴ്സിലുള്ള നല്ല വലിപ്പം ഏറിയിട്ടുള്ള ചെടികളാണ് ഇവിടെ. അതുപോലെ ഇതാ നേരത്തെ ചേട്ടൻ പറഞ്ഞ ഒരു ഹട്ട്, ഒരു കുടിലുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ബേസാണിത്. ഈ മതിലിനപ്പുറത്താണ് ആ പറഞ്ഞ പാടം. അപ്പോൾ നെൽകൃഷിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ ഒരുക്കുന്ന കുടിലിരുന്നിട്ട് ആ കൃഷി കാണാനുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കുന്നുണ്ട്. അതുപോലെ സൂര്യകാന്തി പാടം അടുത്ത് തന്നെ, അതിൻ്റെ ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കഫ്റ്റീരിയയുടെ കാര്യം പറഞ്ഞു അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് പുതിയ കൺസെപ്റ്റാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ കൺസെപ്റ്റുമായിട്ട് ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിച്ച് ഇതിനായിട്ട് ഇത് പ്രാവർത്തികമാക്കാനായിട്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുകൂടിയുള്ള ആളുകളാണ് ഈ ഡയസ് ചേട്ടനാണെങ്കിലും പ്രിയ ചേച്ചിയാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ കൺകുളിർക്കെ നിറയെ
നിറയെ നമ്മൾ ഈ ബൊഗെയിൻ വില്ലയാണ്. ഈ ഒരു ബൊഗെയിൻ വില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 3.5 ഏക്കറും അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഒറ്റ ചെടിക്ക് വേണ്ടിയിട്ടാണ്. ഈ ബൊഗെയിൻ വില്ലയുടെ ആ ഒരു ഭംഗി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്ത് കാണുന്ന ബൊഗെയിൻ വില്ലകളും പലതരത്തിലുള്ള ബൊഗെയിൻ വില്ലയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു ഇനത്തിൽ ഇപ്പോൾ 350+ ഇനങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് 1000 എത്തിക്കാനാണ് അവർ പോകുന്നത്. അതിനായിട്ട് ലോകത്ത് എവിടെ സഞ്ചരിക്കാനുള്ള മനസ്സും അവർക്കുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. നമ്മൾ ഇങ്ങനെ നാട്ടിലെ പല പല ചെടികൾ അല്ലെങ്കിൽ പല പല പൂന്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകാറുണ്ട് പല സ്ഥലങ്ങളിലും. എനിക്ക് തോന്നുന്നു ഇത്ര തൊട്ടടുത്തുള്ള നമ്മുടെ തൃശ്ശൂർ ഇത്രയും അടുത്തുള്ള ഈ ഒരു ബൊഗെയിൻ വില്ലയുടെ ഈ ഒരു നഴ്സറി എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഒരു ബൊഗെയിൻ വില്ല പാടം എന്നൊക്കെ പറയാം അല്ലേ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിയിൽ കൂടെ പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ ഇറങ്ങി ഇതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും ഒന്ന് ആസ്വദിക്കണം. നമ്മുടെ കുന്നംകുളത്തിനൊക്കെ ഇത്രയും അടുത്താണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഇവിടെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. ചെടി വാങ്ങാൻ വരുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ഈ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്കും ഇവിടെ ഓൾവേസ് വെൽക്കം എന്നുള്ളതാണ് ഇവരുടെ ഒരു മൈൻഡ്. അപ്പോൾ ഈ ഒരു ബൊഗെയിൻ വില്ല എന്ന് പറയുന്ന കടലാസ് പൂ എന്ന് പറയുന്ന ആ ഒരു ചെടിയുടെ ആ ഒരു ഭംഗി എത്രമാത്രം ഉണ്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. വരണമെന്നില്ല, ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമാണ്. അത്രയും ഭംഗിയായിട്ടാണ് ഈ ചെടികൾ ഇവിടെ അലങ്കരിച്ച് ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഭംഗി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്ക പേരും. അല്ല, കടലാസ് പൂവിനോടൊരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും മലയാളികൾക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള കടലാസ് പൂക്കളും ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളൊരു അവസരം കൂടിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ചെടി ഇനം ഒക്കെ നോക്കി വാങ്ങാനുള്ളൊരു അവസരമുണ്ട്. പല പല റേറ്റിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ചെടി നോക്കി വാങ്ങാനായിട്ട് പറ്റും. മാത്രമല്ല, വാങ്ങിയില്ലെങ്കിൽ അതിന് ഭംഗി ആസ്വദിച്ച് പോകാനായിട്ട് പറ്റും. കുറച്ച് നാൾ കൂടെ കഴിയുകയാണെങ്കിൽ നമുക്കിതാ നെൽകൃഷി അതിൻ്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും കാണാം. സൂര്യകാന്തി പൂക്കളുടെ ഭംഗി കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കിനി വീണ്ടും ഒരു വരവ് കൂടെ വരേണ്ടതായിട്ട് വരും. ഇപ്പം എന്തായാലും ഈ കടലാസ് പൂവിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കയറണം. ഈ ഒരു ഭംഗി നേരിട്ട് തന്നെ ആസ്വദിക്കുകയും വേണം.